ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ അശ്വതി ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ +2 എക്സാംസ് ഒക്കെ എഴുതി റിസൾട്ടൊക്കെ വന്ന കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് MBBS ജേണി, എൻ്റെ MBBS ജേണി, അതുപോലെ MBBS പഠിക്കാനുള്ള ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ +2 ഒക്കെ റിസൾട്ട് വന്നൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടാവത്തില്ലേ. അപ്പോൾ കുറേ പേർക്ക് MBBS പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി ഈ വീഡിയോ ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. കുറേ പേർക്ക് ഫോറിൻ MBBSനെ കുറിച്ചാണ് അറിയേണ്ടത്. യെസ്, ഐ ആം എ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്. ഇത് എനിക്ക് മാത്രം പറയാനുള്ള കാര്യങ്ങളല്ല, ഒരുപാട് FMGSന് പറയാനുള്ള കാര്യമാണ്. അപ്പോൾ ഞാനത് ഈ ഒരു വീഡിയോയിൽ കൂടെ കൺവേ ചെയ്യുവാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കും അതുപോലെ കുറേ കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ വിദേശത്ത് നിന്ന് MBBS പൂർത്തിയാക്കിയിട്ട് ഇവിടെ ഇപ്പോൾ ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ്. ഞാൻ ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന ഒരു ഡോക്ടറാണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം യൂട്യൂബ് കൂടെ കൊണ്ടുപോവുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് മൂവീസൊക്കെ കാണാറുണ്ടല്ലേ, അതിൽ ഒരുപാട് നല്ല ചില മൂവീസൊക്കെ വളരെ നല്ലതായിരിക്കും. പക്ഷേ നമ്മുടെ ഓഡിയൻസിൻ്റെ അപ്രിസിയേഷൻ ഇല്ലാതെ ഇച്ചിരി ഫെയിലായി പോകുന്ന കുറച്ച് മൂവീസ് ഉണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അണ്ടർ റേറ്റഡ് മൂവീസ് എന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല സിംഗേഴ്സ് ഉണ്ട്, നല്ല ആക്ടേഴ്സ് ഉണ്ട്, അവർക്ക് നല്ലോണം കഴിവുള്ള ആൾക്കാരാണ്. അവരൊക്കെ നല്ല റെക്കഗ്നിഷനും അപ്രിസിയേഷനും ഒക്കെ കിട്ടാതെ ഫെയിലായി പോയിട്ട് അവരുടെ കരിയർ ഒന്ന് ബാക്ക്വേർഡായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ പറയുന്നത് അണ്ടർ റേറ്റഡ് ആക്ടേഴ്സ്, അണ്ടർ റേറ്റഡ് സിംഗേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ, അതായത് അവർ പ്രൊഫഷൻ, അതായത് എൻ്റെ പ്രൊഫഷനിലും ആസ് എ ഡോക്ടർ, എൻ്റെ പ്രൊഫഷനിലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല സ്കില്ലൊക്കെയുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. എന്നാലും അവർ അണ്ടർ റേറ്റഡ് ആയി പോകാറുണ്ട്. ഞാൻ പറയുന്ന മറ്റാരെയല്ല, FMGസിനാണ്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് FMG എന്ന് വെച്ചാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ്. ദേ ആർ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഡോക്ടേഴ്സ്. ബട്ട് വൈ? എന്തുകൊണ്ടാണ് അവർ ഇത്രയും അണ്ടർ റേറ്റഡ് ഡോക്ടേഴ്സ് ആയി പോയത്? അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ദർ ആർ ലോട്ട് ഓഫ് റീസൺസ്. അണ്ടർ റേറ്റഡ് ആവാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ FMG എന്ന് വെച്ചാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ്. എന്താണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത്? ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ MBBS വിദേശത്ത് നിന്ന് പൂർത്തിയായിട്ട് വന്നവരാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് മറ്റാരുമല്ല, നമ്മളെപ്പോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് അല്ലെ. അവർ പുറത്ത് വിദേശത്ത് പോയിട്ട് വേറൊരു കൺട്രിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി വരുന്നവരാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും അധികം കുട്ടികൾ ഫോറിനിൽ പോയി പഠിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, MBBS ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മെയിൻലി അവരുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു നല്ല ഡോക്ടർ ആവുക എന്ന് തന്നെയാണ്. പിന്നെ എന്താണ് ഇവർ ഫോറിനിലോട്ട് പോകാനുള്ള റീസൺസ്? എന്തുകൊണ്ട് ഇന്ത്യയിൽ പഠിച്ചുകൂടാ? എന്തുകൊണ്ട് ഇവർക്ക് നാട്ടിൽ കേരളത്തിലോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോ ഒക്കെ പോയിട്ട് MBBS എടുത്തുകൂടാ എന്നായിരിക്കും അടുത്ത് വരാൻ പോകുന്ന ചോദ്യം. അതിനുള്ള റീസൺസ് ഞാൻ പറയാം. ഈ ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുന്നത്, അതിനോടുള്ളൊരു സ്വപ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കുട്ടികൾക്ക് ഡ്രീം ഉണ്ടാവും, എനിക്കൊരു ഡോക്ടർ ആവണം. പക്ഷെ ആ ഡ്രീമിലോട്ട് കുറേ പേർക്ക് എത്തിക്കഴിയാൻ പറ്റത്തില്ല. മെയിൻലി ഞാൻ എന്തുകൊണ്ട് അത് എത്തിക്കഴിയാൻ പറ്റത്തില്ല എന്ന് 3 റീസൺസ് പറയാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഇപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ല എക്സാമിന്, നീറ്റ് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ല, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഇനി നീറ്റ് കോച്ചിങ്ങിന് പോകാൻ താല്പര്യം അത്ര ഇല്ല, അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോയി എന്നിട്ടും കൂടെ റാങ്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിൽ എത്തിയിട്ടില്ല, പക്ഷേ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. സോ അവർ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഫോറിൻ മെഡിക്കൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവരുടെ മനസ്സിലുണ്ടാവും. അതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് എനിക്ക് പറയാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, എന്നാലും പറയാം. നമ്മുടെ ഇവിടെ നാട്ടിൽ ഒരുപാട് റിസർവേഷനാണ്. റിസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് റാങ്ക് അധികം ഉണ്ടെങ്കിൽ പോലും സീറ്റ് കിട്ടാത്ത ഒരവസ്ഥയാണ്. ദാറ്റ് ഈസ് ഇന്നെവിക്റ്റബിൾ ആൻഡ് വി കാൺ ഡു എനിത്തിങ്. അങ്ങനെയാണ്, നമ്മൾക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് മാറാനും പോകുന്നില്ല. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് കുറച്ച് അധികം ക്യാഷ് ഒന്നും ഇല്ലാത്ത കുട്ടികൾ, പക്ഷെ നല്ലോണം പഠിക്കുന്നവരായിരിക്കും. അവർക്ക് ഇതുപോലെ തന്നെ ചിലപ്പോൾ എന്തേലും ഇപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, നെഗറ്റീവ് മാർക്സ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അതിൽ വരുന്ന വേരിയേഷൻസ് കാരണം സീറ്റ് കിട്ടാതെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചൂസ് ചെയ്യാറുണ്ട് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, കാശില്ല പക്ഷേ ഫോറിനിൽ പോയി പഠിക്കാം. ഈ ഫോറിൻ എന്ന് പറയുന്നത് അമേരിക്കയും ലണ്ടനും ഒന്നുമല്ല, വിദേശ രാജ്യങ്ങളായ ചൈന ഉൾപ്പെടും, റഷ്യ, ഉക്രൈൻ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈ രാജ്യങ്ങളൊക്കെ അഫോർഡബിൾ MBBS പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസാണ്. എല്ലാ നീറ്റ് ആസ്പിറൻസിനും നല്ല റാങ്കിൽ നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണമെന്നില്ല.
അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അഫോർഡബിളുമല്ല. ഇപ്പോൾ ഒരു MBBS സീറ്റ് തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 1 കോടിയോളമാണ് രൂപ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചില കുട്ടികൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ സ്വീകരിക്കുന്നത്. അവർക്ക് ആ ഒരു സ്വപ്നവും ഉണ്ട്, അതുപോലെ തന്നെ പാരൻസിന് അധികം കാശ് അഫോർഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അവർ അവരുടേതായുള്ള ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് MBBS അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ ചൂസ് ചെയ്യുന്നത്. മെയിൻലി ആൾക്കാർ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് റഷ്യ, ചൈന, ഉക്രൈൻ, ഫിലിപ്പീൻസ്, ഇതൊക്കെയാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഫോറിൻ MBBS പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസ്. മെയിൻലി നമ്മൾ ഈ ചൈനയിലും റഷ്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ പത്രത്തിൽ നമ്മൾ ആഡ് കാണാറുണ്ട്. യെസ്, എത്ര 25 lakhs MBBS, 30 lakhs MBBS എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇതറിയാം, ചീപ്പാണ്, സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്യാഷ് എമൗണ്ട് ആണെന്നൊക്കെ. അപ്പോൾ ഈ 30 lakhs സത്യം പറഞ്ഞാൽ ഈ ഒരു ആഡ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ എന്താണ് ഈ 30 lakhs ഉൾപ്പെടുന്നത്? ഇത് കോളേജിലുള്ള നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ മാത്രമാണ് ഈ 30 lakhs ഉൾപ്പെടുന്നത്. 6 years കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ കോളേജിലുള്ള ഓരോ കോളേജസും യൂണിവേഴ്സിറ്റീസിനും ഡിഫറെൻറ്റ് ഫീസ് സ്ട്രക്ചറാണ്. അപ്പോൾ ആ ഫീസ് സ്ട്രക്ചറിലുള്ള ആ ഒരു ഇതാണ് ഈ ആഡ് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഈ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കോളേജിൻ്റെ ഫീസ് മാത്രമാണ്, ഫീസ് സ്ട്രക്ചർ മാത്രമാണ്. ഇനി നമ്മൾ ഇതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഫ്ലൈറ്റ് ചാർജസ്. നമ്മൾ പോകുന്നതിന് വരുന്നുള്ള ഫ്ലൈറ്റ് ചാർജസ് ഉൾപ്പെടുത്തില്ല, കൺസൾട്ടൻസി ഫീസ് ഉൾപ്പെടുത്തില്ല, അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിനുള്ള ഫീസ് ഉൾപ്പെടുത്തില്ല. ഇനി വേറെ കാര്യം പറയുമ്പോഴത്തേക്കും അതുപോലെ നമ്മൾ അവിടെ പോയിട്ട് നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റേ അല്ല അവിടെ. വിൻ്റർ സമയത്ത് നമ്മൾ വെയർ ചെയ്യേണ്ട ജാക്കറ്റ്സ് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരു യൂസും ഇല്ല. അവിടെ പോയിട്ട് അവിടെ നിന്ന് മേടിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതിനുള്ള എമൗണ്ട്, അതുപോലെ നമ്മൾ ഫുഡ് കാര്യങ്ങൾ, ഇതിനുള്ള എമൗണ്ടും എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പോകുന്ന എമൗണ്ടാണ്. ഈ നമ്മളിപ്പോൾ ആഡ് കണ്ടു, നമ്മൾ എല്ലാ കൺസൾട്ടൻസീസിനെയും വിശ്വസിക്കാവോ? ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ബിക്കോസ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ അഫിലിയേറ്റഡ് അല്ലാതെ നമ്മളുടെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ, അതായത് IMC, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അപ്രൂവ്ഡ് അല്ലാത്ത ഒരുപാട് കോളേജസ് ഉണ്ട്. അതിപ്പോൾ വിദേശത്ത് ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും ഫിലിപ്പീൻസിലാണെങ്കിലും റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മൾ NMCയുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾക്കിപ്പോൾ ഒരു ആഡ് കണ്ടു, ആ കൺസൾട്ടൻസിയെ നമ്മൾ അപ്രോച്ച് ചെയ്തു, നമ്മൾ അന്വേഷിച്ചു, കോളേജിൻ്റെ നെയിമൊക്കെ കിട്ടി. പക്ഷേ നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും വെബ്സൈറ്റ് കയറി നോക്കുക. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക, അതിൽ ലിസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കോളേജസ് അപ്രൂവ്ഡ് ആണോ, നമ്മൾക്ക് അവിടെ നിന്ന് പഠിച്ചിട്ട് വന്നാൽ ഇവിടെ എക്സാംസ് എഴുതാൻ പറ്റുമോ, നമ്മളുടെ കരിയർ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്, നമ്മൾക്ക് അത് അഫിലിയേറ്റഡ് ആണോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഫസ്റ്റ് നമുക്ക് അതാണ് അറിയേണ്ടത്. അപ്രൂവ്ഡ് കോളേജ് ആണോ, അത് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ FMG പാസ് പെർസെൻറ്റേജും ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഇന്ന കോളേജിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ പാസ് പെർസെൻറ്റേജ് എത്രയാണ്, ആ കോളേജിനുള്ള FMG പാസ്സായ കുട്ടികളുടെ പാസ് പെർസെൻറ്റേജ് ആ വെബ്സൈറ്റിൽ നമ്മൾക്ക് അവൈലബിളായി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഫോറിനിൽ പോയി, പുതിയൊരു ലോകമാണ്, പുതിയൊരു അറ്റ്മോസ്ഫിയറാണ്. യെസ്, ബട്ട് ദ റിയൽ സ്ട്രഗിൾ സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. അവിടെ നിന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് പറയട്ടെ. ഫസ്റ്റ് വൺ, അപ്പോൾ അവിടുത്തെ ആ ഒരു ലേണിംഗ് ഇത് തന്നെ പറയാം. അപ്പോൾ ഡിഫറെൻ്റ് ആണ്. നമ്മൾക്ക് അവിടുത്തെ സിറ്റിസൻസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അവിടുത്തെ ഡോക്ടേഴ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയാം, നമ്മൾക്ക് ഇവിടുത്തെ സബ്ജക്ട്സ്, നമ്മൾക്ക് അവിടെ പ്രത്യേകം ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് പഠിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാംസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ബുക്സൊക്കെ ക്യാരി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനും എക്സ്ട്രാ ഒരു എമൗണ്ട് ആവും. അപ്പോൾ ആ ബുക്സൊക്കെ ക്യാരി ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അവിടുത്തെ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്ട്സിൽ ഇൻക്ലൂഡാണ് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. അപ്പോൾ ആ കൺട്രിയിൽ പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടുത്തെ ആ ഒരു പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ആ ഒരു ഇതാണ് നമ്മൾ പഠിക്കുക. മെയിൻലി അവരുടെ കാര്യങ്ങൾ, ആ കമ്മ്യൂണിറ്റി മെഡിസിൻ, അവരുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്തൊക്കെ ഉൾപ്പെടുമോ അതാണ് പഠിപ്പിക്കുക. നമ്മുടെ ഇന്ത്യയിലുള്ളതിനെക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫോറൻസിക് മെഡിസിൻ. ഫോറൻസിക് മെഡിസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾക്കിവിടെ ഫോറൻസിക് മെഡിസിനിൽ നമ്മൾക്ക് ലോസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് IPC സെക്ഷൻസ് ഒക്കെ നമ്മളിവിടെ പഠിച്ചു പോകുന്നവരാണ്. പക്ഷെ അവിടെ വരുമ്പോൾ അവിടുത്തെ ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് മെയിൻലി സബ്ജക്ട്സിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പഠനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറേ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പഠന രീതികളെന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ ക്ലൈമറ്റ് അവിടുത്തെ സഹിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ക്ലൈമറ്റിലൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു -4 ഡിഗ്രി -6 ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് അവിടേതായിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളും വാങ്ങിക്കണം.
അത് ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ്. അപ്പം നമ്മൾക്ക് അവിടെ പോകുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും വയ്യാകിയായാൽ നിങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാവരും വിചാരിക്കുക നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ, നമ്മൾ MBBS സ്റ്റുഡൻസ് ആണല്ലോ, നമ്മൾക്ക് പെട്ടെന്ന് നമ്മളുടെ ആ ടീച്ചർ തന്നെ ഡോക്ടറാണല്ലോ, അവിടുത്തെ പോയിട്ട് മെഡിസിൻ മേടിച്ചാൽ പോരെ? ഒരിക്കലുമില്ല. ഹെൽത്ത് കെയറിനെ പെട്ടെന്ന് കാണാമെന്ന് പറയുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. നമ്മുടെ നാടല്ല, നമ്മൾക്ക് പെട്ടെന്ന് ഇവിടെ നമ്മൾക്ക് വളരെ എളുപ്പമാണ് ഡോക്ടേഴ്സിനെ കാണാമെന്ന്. ഒരു ഗവൺമെൻറ് ഡോക്ടറെ കാണാമെന്ന് പറയുന്ന 5 റുപ്പി OP ടിക്കറ്റാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല, നമ്മൾക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള കൺട്രിയാണ് നമ്മൾ പോയി പഠിക്കുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ പഠിച്ച് ഈ 6 ഇയേഴ്സ് സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് മാത്രം മതിയോ? ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ വാല്യൂ ഉണ്ടോ? നോ, ഒരു ബിഗ് നോ ആണ്. 0 വാല്യൂ. 6 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഫോറിനിൽ പോയിട്ട് ഈ സ്ട്രഗിൾസൊക്കെ കഴിഞ്ഞിട്ട് അവിടെ 1 വർഷം ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല. യെസ്, വാല്യൂ ഇല്ല. നിങ്ങളുടെ ശരിക്കുള്ള സ്ട്രഗിൾ വരാൻ പോകുന്നത് FMGE. FMGയുടെ കൂടെ ഒരു ഇയും കൂടെ ചേർന്നോ? എന്താ അത്? ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷനോ? ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വിദേശത്ത് പോയി പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ എക്സാമിനേഷനോ? യെസ്, ലൈസൻസ് എക്സാമിനേഷൻ. ഒരു എക്സാം അല്ലേ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ? ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ? എടുക്കാം. നെഗറ്റീവ് മാർക്കില്ലല്ലോ. ഈ പറഞ്ഞ എക്സാമിന് നെഗറ്റീവ് മാർക്കില്ല കേട്ടോ. പിന്നെ ഈ കൺസൾട്ടൻസിക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പറയും ഇത് ഒരു സ്ക്രീനിങ് എക്സാമിനേഷൻ ഉണ്ടെന്ന്. ഈ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് അല്ല കേട്ടോ, ലൈസൻസ് എക്സാമിനേഷൻ. ഈ പറഞ്ഞ FMGE ഉണ്ടെന്ന് പറയും. നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി ഈ ഒരു എക്സാം പാസ്സാവണം, അത്രേ ഉള്ളൂ. പിന്നെ ആ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് മാർക്ക് ചെയ്താൽ മതി, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. പക്ഷേ ഈ കേട്ടതുപോലെ FMGE നിസ്സാരക്കാരനല്ല. ഈസിയാണെന്ന് തോന്നും, ബട്ട് ഇറ്റ്സ് റിയലി ഹാർഡ്. ദ റിയൽ സ്ട്രഗിൾ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. നമ്മൾ നാട്ടിലെത്തി, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് എത്തി, എക്സാം പാസ്സാവണം. പിന്നെ നാട്ടിൽ വരുമ്പോഴത്തേക്കും ആൾക്കാർക്കൊരു ചോദ്യമാണ്, സത്യം പറഞ്ഞാൽ ഈ ചൈന MBBS, റഷ്യൻ MBBS ഒക്കെ സൊസൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ റിലേറ്റീവ്സ് ആണ് മെയിൻ. റിലേറ്റീവ്സിനൊക്കെ ഒരു പുച്ഛമല്ല. റിലേറ്റീവ്സിനാണെങ്കിലും പുറത്തെ ആൾക്കാർക്കാണെങ്കിൽ ചൈന MBBS അല്ലേ, ചൈന. എന്തുകൊണ്ടായി ചൈന ഇത്രയും ഇതായി പോയെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾക്കിപ്പോൾ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ്സ് ചൈനയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും. എനിവേസ്, നമുക്കിപ്പോൾ ആ ടോപ്പിക്കല്ല ഡിസ്കസ് ചെയ്യേണ്ട, നമ്മളിപ്പോൾ പറയുന്നതിലോട്ട് കിടക്കാം. ദ റിയൽ സ്ട്രഗിൾ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ഞാൻ പറഞ്ഞു FMGE എക്സാമിനേഷൻ. ഞാൻ പറഞ്ഞു സബ്ജക്ട്സ് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്, നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞിവിടെ വന്നു. എത്രയാണ് FMGയുടെ പാസ് പെർസെൻറ്റേജ്? കഴിഞ്ഞ ഡിസംബർ 2023 വെറും പാസ് പെർസെൻറ്റേജ് 20 പാസ് പെർസെൻറ്റേജ് ഉള്ളൂ FMG. ഇനി FMG എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു 2 സെറ്റ് പേപ്പറായിട്ടാണ് വരുന്നത്. ക്ലിനിക്കൽ സബ്ജക്ട്സ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ്, അങ്ങനെ ഡിഫറെൻ്റ് ഉണ്ട്. ഇതിൽ പാസ്സാവാൻ നമ്മൾക്ക് വേണ്ടി 300 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 1 മാർക്ക്. നമ്മളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 150 എടുത്താൽ നമ്മൾ പാസ്സായി, നെഗറ്റീവും ഇല്ല. നമ്മളിപ്പോൾ FMG എക്സാമിനേഷൻ എഴുതി 149 മാർക്സ് കിട്ടിയാൽ പോലും നമ്മൾക്കിത് റീവാലുവേഷൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, തീർന്നു. ബിക്കോസ് ഇറ്റ്സ് 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ. 1 മാർക്ക് ക്വസ്റ്റ്യനിൽ 149 നമ്മൾക്ക് റിവാലുവേഷൻ കൊടുക്കാനൊന്നും ഇല്ല അവിടെ. എന്നാലും പറ്റത്തില്ല, അത് വേറൊരു കാര്യം. തോറ്റു. ആ ഒരു 149 മാർക്കിൽ തീർന്നു. കുറേ സ്റ്റുഡൻസ് എനിക്കറിയാവുന്ന ഒരുപാട് എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് ഒക്കെ ഉണ്ട് 149 തോറ്റു, ഫെയിലായി. പിന്നെ ഒരു സന്തോഷമുള്ളത്, ഇത് നമ്മുടെ നീറ്റ് എക്സാമിനേഷനെ പോലെ, അതായത് നമ്മുടെ +2 കഴിഞ്ഞിട്ടുള്ള നീറ്റ് എക്സാമിനേഷനെ പോലെ, നീറ്റ് PG പോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ല. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഈഗോ അടിക്കും. നമുക്കിപ്പോൾ 300-ൽ നമ്മൾക്ക് കിട്ടിയ മാർക്ക് 151 ഇരിക്കട്ടെ, ഒരു 151 മാർക്ക് കിട്ടി. 151 മാർക്ക് കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ടിന് 170 കിട്ടി, എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ എന്നൊരു ഈഗോ അടിക്കും. പക്ഷേ ഭാഗ്യത്തിന് ആ ഒരു ഈഗോ ക്ലാഷ് ഇവിടെ ഇല്ല. ബിക്കോസ് നമ്മളിത് പാസ്സായാൽ നമ്മളുടെ മാർക്ക് 150ക്ക് മേലെ 150 കിട്ടിയാലും 151 കിട്ടിയാലും 200 കിട്ടിയാലും നമ്മളിപ്പോൾ പാസ്സായ എക്സാം. അങ്ങനെയാണ് നമ്മൾക്ക് വരിക ഈ ഒരു FMG എക്സാമിനേഷൻ. എന്തുകൊണ്ടാണ് ഇത്രയും പാസ് പെർസെൻറ്റേജ് കുറവ്? നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയല്ലാഞ്ഞിട്ടാണോ, അതോ നമ്മൾക്ക് അത്രയും ടഫാണോ? യെസ്, ഇറ്റ്സ് റിയലി ടഫ്. നമ്മൾക്കൊരു നീറ്റ് PG ലെവലിലോട്ടുള്ള ഒരു എക്സാം തന്നെയാണ് ഈ ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പാസ് പെർസെൻറ്റേജ് നോക്കുമ്പോഴത്തേക്കും ഡിസംബർ 2023 വെറും 20% ആണ് ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സാമിനേഷൻ ഒരു വർഷം 2 പ്രാവശ്യമാണ് ഈ എക്സാമിനേഷൻ വരിക. ജൂണിലും
ഒരു ഡിസംബർ സെഷനുമായിട്ടും. ഇങ്ങനെ 2 സെഷനിലാണ് വരിക. നമ്മളെ ആ ഒരു കടമ്പ എന്ന് പറയുന്ന ഈ ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനാണ്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ നമ്മൾ ഈ പറയുന്ന ലെവലേ അല്ല. ഒരുപാട് കുട്ടികൾ ഡൽഹിയിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് ഇത് എങ്ങനെയെങ്കിലും പാസ്സാവണമെന്ന് വെച്ചിട്ട്. അതിനിടയ്ക്ക് കൂടെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും മറ്റുള്ളവരൊക്കെ ചോദ്യം എത്തി, അവിടുന്ന് MBBS പഠിച്ച് വന്നതല്ലേ, എക്സാം പാസ്സായില്ലേ, 10% ഇപ്രാവശ്യം ഉള്ളൂ പാസ് പെർസെൻറ്റേജ് തോന്നുന്നു, നന്നായിട്ട് പഠിക്കുന്നില്ലേ എന്നൊക്കെ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയി, സെക്കൻഡ് അറ്റംപ്റ്റ് ആയി, ആ ഒരു സ്ട്രഗിൾ, യെസ് നമുക്ക് പറ്റത്തില്ലേ. അപ്പോൾ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് അവർ പോകുന്നത്. അവിടെ നിന്ന് പഠിച്ചു വന്നു, ഇവിടെ വന്നു, എക്സാം എഴുതി, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആയി. സത്യം പറഞ്ഞാൽ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അതിപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലാണെങ്കിലും ഒരു 2-3 അറ്റംപ്റ്റ്സ് കഴിഞ്ഞിട്ട്, ബട്ട് പാസ്സായ അതൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ്. അതിപ്പോൾ നീറ്റാണെങ്കിലും, നീറ്റ് PG ആണെങ്കിലും, FMG ആണെങ്കിലും. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ FMGസിൻ്റെ കാര്യം ഇവിടെ ആരും കൂടുതൽ അന്വേഷിക്കാറേ ഇല്ല. അതാണ് ഒരു സത്യം. അങ്ങനെ പാസ്സായി, ലൈസൻസ്ഡ് ഡോക്ടറായി ആയോ. അതിനിടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ലൈസൻസ്ഡ് ഡോക്ടർ ആവണമെങ്കിൽ കേരളത്തിൽ 1 ഇയർ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അവിടെ നിന്നും ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു വന്നു, ഇവിടെ നിന്നും കമ്പൽസറി റൊട്ടേറ്ററി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇനി ഇൻറ്റേൺഷിപ്പിന് നമ്മൾ കയറി. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് സ്റ്റൈപ്മെൻ്റ് ഇല്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ് എല്ലാ ഡ്യൂട്ടീസും എടുക്കുന്നത്. ഈ പറഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, പാലക്കാട് ജില്ലാശുപത്രി. ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന, അതായത് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവരുടെ ഇൻറ്റേൺഷിപ്പ് ഹൗസ് ഏജൻസി സ്റ്റൈപ്മെൻറ്റ് എത്രയാണെന്നറിയോ? 26,000. അവർക്ക് 26,000 കിട്ടുന്നുണ്ട് സ്റ്റൈപ്മെൻ്റായിട്ട്. ഞാൻ കയറിയ സമയത്ത് ഈ നമ്മുടെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് സെപ്പറേറ്റും ഇന്ത്യൻ സ്റ്റുഡൻറ്റ് സെപ്പറേറ്റും ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ജില്ലാശുപത്രിയിൽ, നമ്മൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ലെവൽസിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഇൻറ്റേൺഷിപ്പിന് കയറാൻ പറ്റും. ഇപ്പോൾ അത് ഡിഫറൻ്റായി. ഇപ്പം മെഡിക്കൽ കോളേജിൽ മാത്രമേ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുള്ളൂ. ഐ തിങ്ക് കഴിഞ്ഞ വർഷത്തോട് സ്റ്റോപ്പായി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്നില്ല. മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഇനി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് പോകുന്നത്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു 10 പേര് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോരുത്തരായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് വിടും. 10 or 15 ആൾക്കാരുണ്ടാവും. ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉയർന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 2 കുട്ടികളൊക്കെ ഉണ്ടാവത്തുള്ളൂ, ഹൗസ് സർജൻസ്. അപ്പോൾ നമ്മൾക്ക് ഷിഫ്റ്റ് വരുമ്പോൾ ഒരു ഷിഫ്റ്റ് ആ കുട്ടിക്ക് പോകും, നെക്സ്റ്റ് ഷിഫ്റ്റ് ഞങ്ങൾക്ക് വരും. അങ്ങനെയാണ്. അപ്പോൾ ഷിഫ്റ്റ് വരുമ്പോൾ നമ്മൾക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി വരുമ്പോൾ നമ്മൾക്ക് എല്ലാ ദിവസവും ഒരാൾ നൈറ്റ് എടുക്കുന്നു, വീണ്ടും മറ്റു കുട്ടി നൈറ്റ് എടുക്കുന്നു, വീണ്ടും റൊട്ടേറ്റ് ചെയ്തു, പിന്നെ ഒരാൾ വീണ്ടും മോർണിംഗ് ടു നെക്സ്റ്റ് 24 hours അങ്ങനെ എടുക്കുന്നു. അങ്ങനെയൊക്കെ എടുത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊരു സ്ട്രഗിൾ പീരീഡാണ് ഞങ്ങളുടെ ഇവിടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം മാറി, ഇപ്പം നമ്മൾക്ക് അത് ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ തന്നെയാണെന്ന് പറയാം. ഇപ്പം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ കൂടെ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും. ദാറ്റ് വാസ് എ വണ്ടർഫുൾ, എന്താ പറയുക, ഒരു നല്ലൊരിതാണ്. ബിക്കോസ് ഹൗസ് സർജൻസ് കൂടി കുറച്ചുകൂടി ഹെക്റ്റിക് ഡ്യൂട്ടി കുറച്ച് കുറയാൻ തോന്നും. അപ്പോൾ ഞാൻ പറയുന്ന ഇൻറ്റേൺഷിപ്പ് സമയത്ത് നമ്മൾക്ക് സ്റ്റൈപ്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രഗിൾ, നമ്മൾ ഇത്രയും, പക്ഷെ നമ്മൾക്ക് ആ ഒരു എന്താ ഡോക്ടർ പ്രൊഫഷനോടുള്ള ആ ഒരു പാഷൻ ഉണ്ട്. യെസ്, വി ഹാവ് ടു ട്രീറ്റ് ദ പേഷ്യൻസ്. നമുക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം. വി ഹാവ് ടു സീ ദം സ്മൈൽ. നമ്മൾക്ക് അവരെ ട്രീറ്റ് ചെയ്ത് നന്നായിട്ട് പോകണം. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മനസ്സോടുകൂടിയാണ് നമ്മളും ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ക്രിമിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റൽ ഇൻറ്റേൺഷിപ്പ് കയറി, സത്യം പറയാലോ, അവിടുത്തെ ഒരു പേഷ്യൻസും നമ്മൾ ഫോറിനിൽ പഠിച്ചതാണോ, ഇന്ത്യയിൽ പഠിച്ചതാണോ, എവിടെ പഠിച്ചതാണെന്ന് ചോദിച്ചിട്ടാണോ ചികിത്സ ചെയ്തിടുക? അല്ല, ഒരിക്കലും അല്ല. പക്ഷേ ഇത് മെയിൻലി ഡിസ്ക്രിമിനേഷൻ വരുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നാളെ നമ്മുടെ റിലേറ്റീവ്സിനെ അറിയാം. നമ്മൾ വിദേശത്ത് പഠിച്ചാണോ, അവിടെ തുടങ്ങി, ചൈനയല്ലേ, റഷ്യയല്ലേ, ഉക്രൈനല്ലേ, ഉക്രൈനിൽ ഭയങ്കര കലാപോകുന്നതിൻ്റെ കുട്ടികളെ പറഞ്ഞു വെച്ചു, പഠിത്തമൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ പോകുന്നില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ദാറ്റ് വിൽ റിയലി ഡിസ്ട്രോയ് യുവർ മൈൻഡ്. നമ്മുടെ ഇന്ത്യയിൽ പഠിച്ച MBBS കുട്ടികളിലൂടെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ ആ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ വമ്പൻ, നിങ്ങൾ ഫ്ലോപ്പാണ്, അങ്ങനൊരു തീരുമാനം. എനിക്കിതിൽ പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നവരാണ്. എനിക്ക് ഈ വീഡിയോയിൽ കൂടെ അത് കൺവേ ചെയ്യാനും പറ്റുന്നെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഗ്രാജുവേറ്റായി ഇവിടെ വന്നിട്ട് വീണ്ടും ഡൽഹിയിൽ പോയി ഒരുപാട് ഒരു വർഷത്തോളം ഒക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ ഫാമിലിക്ക് ഒരു ബേർഡൻ ആവുമെന്ന് പറഞ്ഞിട്ട് ഒരു 10,000 20,000 ഹെക്റ്റിക് ഡ്യൂട്ടീസ് എടുക്കുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഉണ്ട്.
നമ്മൾ അവരുടെ സ്ട്രഗിൾസ് ഒന്നും നിങ്ങൾ ആരും കാണുന്നില്ല. എല്ലാ പ്രൊഫഷനിലും ഉണ്ട് സ്ട്രഗിൾ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഇതിൽ കളിയാക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് എത്രത്തോളം ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകുന്നു, എത്ര ലോൺലിനെസ് അവർ ഫീൽ ചെയ്യുന്നു, ഇതൊന്നും നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൊസൈറ്റി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ഇവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന എവരി സ്റ്റുഡൻസ് ആർ അവർ ട്രഷേഴ്സ്. നമ്മളുടെ ഒരു എന്താ പറയുക ജെംസാണ് അവർ. ബിക്കോസ് ഇവിടെ തിരിച്ചു വരുന്നു, ഇവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. അവർ ആ ഒരു പാഷൻ, അവിടെ ഉറക്കം എല്ലാം കളഞ്ഞിട്ടാണ് ഈ ഒരു ഡ്യൂട്ടി തന്നെ അവർ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ഫാമിലി ലൈഫ് എല്ലാം അവിടെ ഇതാവുകയാണ്. ആ ഒരു പ്രൊഫഷനിലോട്ട് വരുമ്പോൾ അതിപ്പോൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും ദേ ആർ സെയിം. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അവരും ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് അനുഭവിച്ച് വരുന്നത്. അതുപോലെ തന്നെയാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ചിലയിടത്ത് പാഴകപ്പഴുകൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ഡോണ്ട് ജനറലൈസ്. മനസ്സിലായോ? എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾക്ക് ഡോക്ടേഴ്സിന് ആ ഒരു ഹുങ്കാണ്, അഹങ്കാരത്തിൻ്റെ ഹുങ്കാണ് നിങ്ങൾക്ക് എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ ആ ഒരു ഫാമിലി ലൈഫ് എല്ലാം നമ്മൾ സൈഡിലാക്കിയിട്ടാണ് നിങ്ങളെയും കൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാ പ്രൊഫഷൻസിലും സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ ആ ഒരു സ്ട്രഗിളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ FMGs ആണെങ്കിലും ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും ദേ ആർ നോട്ട് ലീവിങ് ഇറ്റ്, ദേ ആർ ഫൈറ്റിംഗ് ഇറ്റ്. FMG സ്റ്റുഡൻസ് വർത്ത് മോർ ദാൻ വാട്ട് ദേ ഡിസേർവ് ആൻഡ് വാട്ട് ദേ ആർ ഗിവൺ ഇൻ ദ കൺട്രി. ഡോണ്ട് ഷോ എനി ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. വി ഹാവ് ടു സപ്പോർട്ട് ദം. ബിക്കോസ് ഒരുപാട് സ്ട്രഗിൾസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഭയങ്കര ഫോണിൽ പോയി പഠിച്ചു, ക്യാഷ് ഒക്കെ ഉണ്ട്, ഫോണിൽ പഠിച്ച ആ ഒരു ഇതിൽ വന്നതാണ് എന്ന് വിചാരിക്കരുത്. ബിക്കോസ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 3 റീസൺസ്, ഒരുപാട് റീസൺസ് ഉണ്ട്. ദെയർ ആർ മെനി റീസൺസ് ബിഹൈൻഡ് വൈ ദേ ചൂസ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.